ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീ ഭാമ SB. അപ്പോൾ മക്കളെ, നിങ്ങളിതാ പ്രധാനപ്പെട്ട ഒരടുത്ത വർഷത്തിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ? 9th CBSE കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇപ്പോൾ വെക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഇയറിലോട്ട് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കെമിസ്ട്രിയുടെ കേസിൽ അറിയേണ്ടത് അത് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. അതുപോലെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ ഒരു വർഷം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഹൗ ടു സ്കോർ ഫുൾ മാർക്ക് ഇൻ കെമിസ്ട്രി അത് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ മാറ്റങ്ങൾ അറിഞ്ഞു തന്നെ പഠിക്കണം. ഇപ്പൊ 8th പഠിച്ചത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് 9th എത്തുമ്പോൾ വരേണ്ടത് ചോദിച്ചാൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലെവൽ മാറുകയാണ്. അപ്പൊ നിങ്ങൾ 8th നിന്ന് 9th മാറുക എന്ന് പറയുമ്പോൾ തന്നെ അഡ്വാൻസ് ലെവലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ തറവായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു വർഷമാണ് 9th CBSE എന്ന് പറയുന്നത്. സോ കോൺസെപ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടടാ. നമ്മൾ വെറുതെ പഠിച്ച് ബൈ ഹാർട്ട് പഠിക്കുന്ന കാലമല്ല ഇപ്പോൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണുകൾ ആയിക്കൊള്ളട്ടെ, ഓരോരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലൈക്ക് നമുക്ക് അറിയാം, ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ചേഞ്ചുകൾ വരെ നിങ്ങൾക്ക് അറിയാം അല്ലേ? 9th CBSE വന്നപ്പോൾ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ കോൺസെപ്റ്റ് വൈസ് ആണെങ്കിൽ അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഈ 9th എന്ന് പറയുന്നത് 10th 11th 12th ഒക്കെ ഏറ്റവും ബേസിക് ലെവലാണ്. അപ്പൊ ബേസ് തറവായിട്ടൊരു കുട്ടിക്കാണ് നിങ്ങൾ അഡ്വാൻസ് ലെവലിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ കോൺസെപ്റ്റ് വൈസ് അഡ്വാൻസ് ലെവൽ ആണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ മിസ് പറഞ്ഞു തരാം ഏതൊക്കെയാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് വന്നതെന്ന്. അപ്പൊ തന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദിയർ സെപ്പറേഷൻസ് ആണ്. അപ്പൊ അതിനകത്ത് മോസ്റ്റ്ലി നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഇപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്, എന്താണ് മിക്സ്ചേഴ്സ്, പ്യുവർ സബ്സ്റ്റൻസ്, എലമെന്റ്സ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ്. പക്ഷെ അതാണോ പഠിക്കുന്നത്? അല്ല, അതിന്റെ അഡ്വാൻസ് ലെവൽ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെ പറ്റിയുള്ളത് കൊളോയിഡ്സ്, സസ്പെൻഷൻസ് ആൻഡ് സൊല്യൂഷൻസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്ലസ് 1 പ്ലസ് 2 വരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ കോൺസെൻട്രേഷൻസിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു, സെപ്പറേഷൻ ടെക്നിക്സുകൾ പറയാൻ വേണ്ടി പറ്റുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതൊക്കെ എപ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം എന്ന് പറയുന്ന ഒരു സാധനം ബേസിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻസുകൾ തന്നെയാണ് ഇനി ഡിഗ്രിയും PG വരെ നിങ്ങൾ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ആറ്റംസിന്റെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, മോഡൽസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തോംസൺ മോഡൽ, റുദർഫോർഡ് മോഡൽ, അങ്ങനെ പല രീതിയിലുള്ള മോഡൽസുകളും കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഐസോടോപ്പ്, ഐസോബാർ, ഇതൊക്കെ എപ്പോഴും ഏത് എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിനായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പബ്ലിക് എക്സാമിനായിക്കൊള്ളട്ടെ, ബോർഡ് എക്സാമിനായിക്കൊള്ളട്ടെ, എല്ലാത്തിലും മാറി മാറി ചോദിക്കുന്ന കോൺസെപ്റ്റുകളാണ്. റെഡി. പിന്നെ വരുന്നത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന ചാപ്റ്റർ ആണ്. അതിനകത്ത് ഒരുപാട് ലോകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്താണ്, അതൊക്കെ നമുക്ക് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോളിക്കുലർ മാസ്, അതിന്റെ ഫോർമുലാസ്, കുറച്ച് ലൈക്ക് മാത്സ് ആണോ ചോദിച്ചാൽ മാത്സ് അല്ല, പക്ഷേ മാത്സും കെമിസ്ട്രിയുടെ ക്ലബ് ചെയ്തിട്ടുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ട് എന്ന് വെച്ചാൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കുന്നതാണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതൊക്കെ മുമ്പത്തെ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. സോ ഹൗ ടു ഗെറ്റ് ഫുൾ മാർക്ക് ഇൻ കെമിസ്ട്രി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതാണല്ലോ. നമുക്ക് വേണ്ടത് എന്താണ്? നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക, ഉള്ളതിൽ ടോപ്പർ ആവുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം മുതലേ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ എങ്ങനെ സഹായിക്കും? കാരണം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചേഞ്ച് വന്നല്ലോ മിസ്സേ, ഞങ്ങൾ എങ്ങനെ ഇത് പഠിച്ച് സെറ്റ് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡോണ്ട് വറി ഗൈസ്, നിങ്ങളെ സഹായിക്കാനാണ് സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നിഞ്ച ബാച്ച് ഉള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ നിഞ്ച ബാച്ചിൽ. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, DPPs, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേൾ വീഡിയോന്റെ ആക്സസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ബാച്ചുകൾ. ആൻഡ് അതേപോലെ തന്നെ ഇൻസ്റ്റാ ലേൺ മൈൻഡ് മാപ്പ്. ഇൻസ്റ്റാ ലേൺ ഭയങ്കര യൂസ്ഫുൾ ആണ്. മൈൻഡ് മാപ്പും അതെ. മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരൊറ്റ പേപ്പറിൽ കംപ്ലീറ്റ് ചെറിയ നോട്ട്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പോവാ, കംപ്ലീറ്റ് ചാപ്റ്റർ ലഭിക്കാൻ പോവാ. ഇൻസ്റ്റാ ലേൺ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക് പ്ലസ് അതിന്റെ ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ അതൊന്ന് പഠിച്ചൊരു കുട്ടിക്ക് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിച്ചാൽ പോലും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് 3 രീതിയിൽ ഇപ്രാവശ്യം നമ്മുടെ ബാച്ച് പർച്ചേസിനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പോ. ബേസ് പ്ലാനിൽ പറയുന്ന സമയത്ത് ഇതിൽ ടിക്ക് ചെയ്ത കാര്യങ്ങൾ മാത്രമേ എൻ്റെ മക്കൾ കയ്യിൽ ലഭിക്കുള്ളൂ. ലെക്ചേഴ്സുകൾ എന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകൾ, നോട്ട്സുകൾ, DPP, ഇനാപ്പ് കമ്മ്യൂണിറ്റി, റിവിഷൻ ടെസ്റ്റുകൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും തുടങ്ങിയ ബേസിക് കാര്യങ്ങൾ കിട്ടുന്നതാണ് ഏത് ബേസ് പ്ലാൻ. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏതാ മിസ്സേ ബെറ്റർ ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ പറയും ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ തന്നെയാണ്. എന്താ അതിൻ്റെ സ്പെഷ്യാലിറ്റി ചോദിച്ചാൽ ഇൻഫിനിറ്റിയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടിക്ക് വരുന്നൊരു കാര്യം നോക്കടാ. പേൾ വീഡിയോ എന്ന് പറയുന്നത് റെക്കോർഡഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ക്ലാസ്സുകൾ നേരത്തെ കൂട്ടി കിട്ടുന്നതാണ്. അപ്പോൾ അത് കണ്ട് ലൈവും കണ്ടൊരു കുട്ടിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റില്ലേ. പിന്നെ അതുപോലെ ഇൻസ്റ്റാളിന് മൈൻഡ് മാപ്പ് കിട്ടുന്നതും ഇൻഫിനിറ്റിയിലോട്ട് വരുമ്പോൾ മാത്രമാണ്, നമുക്ക് ബേസിനകത്ത് അത് കിട്ടില്ല. പിന്നെ ഇൻഫിനിറ്റി പ്രോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ചിൻ്റെ ആക്സസോടെ ലഭിക്കും. അപ്പോൾ എന്താ ഫാൽക്കൺ ബാച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചാണ്. നീറ്റ്, JEE പോലുള്ള എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന മക്കളുണ്ടായിരിക്കും അല്ലേ. ഡോക്ടർ, എഞ്ചിനീയർക്ക് എല്ലാവരും കാണുന്ന സ്വപ്നം തന്നെ അല്ലേ. അതിലോട്ട് എത്താൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂ മിസ്സേ, ഇതിന് വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ, ഇനി എന്തെങ്കിലും ഓഫേഴ്സ് വരേണ്ടോ ചോദിച്ചാൽ അടിപൊളിയായിട്ടുള്ള മറ്റൊരു ഓഫറും കൂടെ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നുണ്ട്. ഏപ്രിൽ 20 മുമ്പാണ് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 മക്കൾക്ക് സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. സോ ഈ ഒരു ചാൻസ് മിസ് ചെയ്യലടാ. അടിപൊളിയായിട്ട് പഠിക്കുക. 9th CBSE നമ്മുടെ കയ്യിലിരിക്കണം. നമ്മൾ ഫുൾ മാർക്കിനെ സ്കോർ ചെയ്യണം. സോ അതിനനുസരിച്ച് മാറ്റങ്ങൾ അറിഞ്ഞ് തന്നെ പഠിക്കുക. കെമിസ്ട്രിയിൽ ഫുൾ മാർക്കിനെ സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റട്ടെ. ന്യൂ ഇയർ നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ബാച്ച് കാണാം. ബൈ.